നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച 12,000 GK ക്വസ്റ്റ്യനുകളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പേ പറയാം, ഇതിൻ്റെ പ്രാധാന്യം, ഈ 12,000 GK ക്വസ്റ്റ്യൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, പി എസ് സി ചോദ്യകർത്താക്കൾ നിർണ്ണയിക്കുന്ന ചോദ്യങ്ങളിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും ഈ 12,000 GK ക്വസ്റ്റ്യനിൽ നിന്നാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. കാരണം നമ്മൾ കേട്ടിട്ടില്ലാത്ത റാങ്ക് നിർണ്ണയിക്കുന്ന GK ക്വസ്റ്റ്യനുകൾ ഈ 12,000 ക്വസ്റ്റ്യനിൽ നിന്നും എടുത്തിട്ടുള്ളവയാണ്. നിങ്ങൾക്ക് ഈ 12,000 ക്വസ്റ്റ്യനുകളും ചർച്ച ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിന്നൊക്കെയാണ് ഈ ചോദ്യങ്ങൾ എവിടെയൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ പരീക്ഷകളിൽ ഈ ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ പി എസ് സി പ്രസിദ്ധീകരിക്കുന്ന ലേറ്റസ്റ്റ് ബുക്കുകളും അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൻ ഇവയൊക്കെ നമ്മൾ വായിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ, പി എസ് സി കറണ്ട് അഫയേഴ്സ് എന്ന് എടുത്തു പറഞ്ഞത് മാത്രം, മറ്റു ചോദ്യങ്ങളും പി എസ് സി ബുള്ളറ്റിൻ പോലുള്ള വിഷയങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളെല്ലാം പി എസ് സിയുടെ അവസാന പേജിലുള്ള ആനുകാലികം എന്ന ഭാഗത്ത് നിന്നും ഇത് ചോദ്യകർത്താക്കൾ എടുക്കുന്നതാണ് അല്ലേ. നമുക്കറിയാം 20 ക്വസ്റ്റ്യനുകളിൽ 10 ക്വസ്റ്റ്യനുകൾ ആനുകാലിക ക്വസ്റ്റ്യനുകൾ നമുക്കുണ്ടാകും. അതുകൊണ്ട് പി എസ് സി ബുള്ളറ്റിൻ്റെ അവസാന ഭാഗത്തു നിന്നാണ് ചോദ്യകർത്താക്കൾ എടുക്കുന്നത്. പി എസ് സി ബുള്ളറ്റിൻ വാങ്ങാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമുക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ, പി എസ് സി ട്രിക്സിൻ്റെ ടെലഗ്രാം ചാനലിൽ നമുക്ക് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ ഞാൻ ഇടാം, അതിൻ്റെ PDF ഇടാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആനുകാലികൾ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം 20 മാർക്കാണ് ആനുകാലികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഇതുവരെ നമ്മളെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? അപ്പം ഇനി വരുന്ന LDC LGS തുടങ്ങുന്ന എല്ലാ പരീക്ഷകൾക്കും, ഏത് പരീക്ഷ ഇനി നിങ്ങൾ എഴുതുന്ന ഏതൊരു പരീക്ഷയ്ക്കും ഉപകാരപ്രദമാകുന്ന 12,000 GK ക്വസ്റ്റ്യനുകളാണ്. ഡെയിലി ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 60 ക്വസ്റ്റ്യനുകൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു. അപ്പം 59ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചു. പി എസ് സി പലതവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻ അല്ലേ. ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? കരളാണ് അല്ലേ. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? കരളാണ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരളാണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് കൂട്ടുകാരെ? മ്യാൻമർ ആണ് അല്ലേ. സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്നത് മ്യാൻമർ ആണ്. നെക്സ്റ്റ്, ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഏതാണ്? പാമീർ പർവ്വതനിരയാണ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതനിരയാണ്. പി എസ് സി പലതവണ ആവർത്തിച്ചു. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏതാണ്? പാമീർ ആണ്. നെക്സ്റ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി എവിടെയാണ്? പനാജിയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി എവിടെയാണ്? പനാജിയാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനില. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മനിലയാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനിലയും. ഗോൾ ഗുംബസ് എവിടെയാണ്? ബീജാപ്പൂരാണ്. ഗോൾ ഗുംബസ് എവിടെയാണ്? ബീജാപ്പൂരാണ്. ഇന്ത്യ ഗേറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഓറോവില്ല് എവിടെയാണ്? പുതുച്ചേരിയിലാണ്. ഓറോവില്ല് എവിടെയാണ്? പുതുച്ചേരിയിലാണ്. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശ്. അതിനിടയിൽ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഫോട്ടോ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ താഴത്തെ ചോദ്യമാണ്, നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയനാരെന്ന് പി എസ് ചോദിച്ചു. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയനാണ് രവീന്ദ്രനാഥ് ടാഗോർ. പി എസ് സി പലതവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അപ്പം ഓറോവിൽ എവിടെയാണ്? പുതുച്ചേരിയിലാണ്. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലും. കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡാണ്. കോർബറ്റ് നാഷണൽ പാർക്ക് എവിടെയാണ്? ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ട്രിബ്യൂണൽ എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിക്കുന്നത്? ചണ്ഡീഗഡ് ആണ്. ദ ട്രിബ്യൂണൽ എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിക്കുന്നത്? ചണ്ഡീഗഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? ഖഡക് വാസിലെയാണ്. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? ഖഡക് വാസിലെയാണ്. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബിലാണ്. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബാണ്. നമുക്കറിയാം, നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ 10 ക്വസ്റ്റ്യനിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യനുകൾ പി എസ് സി ചോദിച്ചിട്ടുണ്ട്? ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യനുകളും, ഈ 10 ക്വസ്റ്റ്യൻ, ഞാൻ 60 മുതൽ 70 വരെയുള്ള ക്വസ്റ്റ്യനുകളല്ലേ ചർച്ച ചെയ്തത്. ഈ 60 മുതൽ 70 വരെയുള്ള
ക്വസ്റ്റ്യനുകളിൽ നിന്നും ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യനുകളും ഒരു 9 ക്വസ്റ്റ്യനുകളും PSC ചോദിച്ച ഒട്ടുമിക്ക എല്ലാ 9 ക്വസ്റ്റ്യനുകൾ, ഈ 10 ക്വസ്റ്റ്യനുകളിൽ നിന്നും 9 ക്വസ്റ്റ്യനുകൾ PSC ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, മുമ്പും ചോദിച്ചു. ഈ 9 ക്വസ്റ്റ്യനുകളും ഇന്നും ചോദിക്കും. ഇനി വരുന്ന ക്വസ്റ്റ്യൻ, ഇനി ഇതുവരെ ചോദിച്ചു, ഇനി വരുന്ന പേപ്പർ പരീക്ഷകളിലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളാണ്. അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഈ 13,000 GK ക്വസ്റ്റ്യനുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ആ ഒരു സീരിയസ്നെസ് മുമ്പിൽ കണ്ടിട്ട് ഈ 12,000 ക്വസ്റ്റ്യനുകൾ ചോദിക്കുമോ എന്നല്ല, വെറും ഒരു 50 GK മാത്രമാണ് നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദിക്കുക. ഈ 12,000 നിന്നും 50 ക്വസ്റ്റ്യനുകൾ പെറുക്കിയെടുക്കുക, ഇമ്പോർട്ടൻ്റ് ആയ 50 ക്വസ്റ്റ്യനുകൾ പെറുക്കിയെടുക്കുക. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. പരീക്ഷയിൽ ജയിക്കാനാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഓക്കെ അല്ലേ? അപ്പം നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്തുകൂടെ. അപ്പം നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? ഖഡക്വാസിലെയാണ്. ജാലിയൻവാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബാണ്. ജാലിയൻവാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബാണ്. ഓക്കെ അല്ലേ? ഇനി 73ാമത്തെ ക്വസ്റ്റ്യനാണ്, UN പതാകയിലെ ചിത്രം ഏതാണ്? PSC ചോദിച്ചു. UN പതാകയിലെ ചിത്രം ഏതാണ്? ഒലിവ് ശിഖരങ്ങൾക്കിടയിലെ ലോക ഭൂപടമാണ് UN പതാകയിലെ ചിത്രം. എന്താണ്? ഒലിവ് ശിഖരങ്ങൾക്കിടയിൽ ലോക ഭൂപടം. നെക്സ്റ്റ്, കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? P. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ്. കവിയുടെ കാൽപ്പാടുകൾ ചോദിച്ചു. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? P. കുഞ്ഞിരാമൻ നായർ. നെക്സ്റ്റ്, വേളാങ്കണ്ണി ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. മൂകാംബിക ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക. നമുക്കറിയാമല്ലേ, മൂകാംബിക ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകമാണ്. ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം? മലയാളവും സംസ്കൃതവും. PSC ചോദിച്ചു. ഏതൊക്കെ ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം? മലയാളവും സംസ്കൃതവും. നെക്സ്റ്റ്, 79ാമത്തെ ക്വസ്റ്റ്യനാണ്, ബച്ചാവത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തകരുടെ വേതനം. ബച്ചാവത് റിപ്പോർട്ട് ഇതൊക്കെ ചോദിച്ചാൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. ബച്ചാവത് റിപ്പോർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തകരുടെ വേതനം. നെക്സ്റ്റ് ആണ്, ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ തദ്ദേശീയമായ നിശബ്ദ സിനിമ ഏതാണ്? രാജാ ഹരിശ്ചന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ തദ്ദേശീയമായ നിശബ്ദ സിനിമയാണ് രാജാ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്ത. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണ്? മൈസൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണ്? മൈസൂരാണ്. വിജയവാഡ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 84ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിജയവാഡ ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണ നദിയുടെ തീരത്താണ് വിജയവാഡ സ്ഥിതി ചെയ്യുന്നത്. വിജയവാഡ കൃഷ്ണയാണ്. ജബൽപൂർ ഏത് നദിയുടെ തീരത്താണ്? നർമ്മദ. വിജയവാഡ കൃഷ്ണ. ഗുവാഹത്തി ബ്രഹ്മപുത്ര. ഗുവാഹത്തി ഏത് നദിയുടെ തീരത്താണ്? ഗുവാഹത്തി ബ്രഹ്മപുത്ര. സൂററ്റ് ഏത് നദിയുടെ തീരത്താണ്? താപ്തി നദിയുടെ തീരത്തും. ഏത് നദിയുടെ തീരത്താണ്? ആഗ്ര. ആഗ്രയുടെ തീരത്താണ് യമുന. PSC ചോദിക്കാറുണ്ട്. വിജയവാഡ, ഈ 5 പോയിന്റുകളും PSC ചോദിച്ച ചോദ്യങ്ങളാണ്. വിജയവാഡ ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണ. ജബൽപൂർ ഏത് നദിയുടെ തീരത്താണ്? നർമ്മദ. ജബൽപൂർ ഏത് നദിയുടെ തീരത്താണ്? നർമ്മദ. ഗുവാഹത്തി ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്രയുടെയും. സൂററ്റ് താപ്തിയുടെയും തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആഗ്ര ഏത് നദിയുടെ തീരത്താണ്? യമുന. നെക്സ്റ്റ്, നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഈജിപ്ത് ആണല്ലേ. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്തും. ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ ആരാണ്? പ്രസിഡന്റ് ആണ്. ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ എന്നറിയപ്പെടുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാടാണ്. വർക്കല ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് വർക്കല. ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ല. സോമൽ മാൻസിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒഡീസി അല്ലേ. സോമൽ മാൻസിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ പറയണം ഒഡീസിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ് മോഹൻജോ ദാരോ എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ് മോഹൻജോ ദാരോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സലീം അലി
ഏത് നിലയിലാണ് പ്രസിദ്ധൻ? പക്ഷിശാസ്ത്രജ്ഞനാണ് സലീം അലി. സലീം അലി ഏത് നിലയിലാണ് പ്രസിദ്ധൻ? പക്ഷിശാസ്ത്രജ്ഞൻ. നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, ലേക്ക് പാലസ് എവിടെയാണ്? ഉദയ്പൂരാണ്. ലേക്ക് പാലസ് എവിടെയാണ്? ഉദയ്പൂരാണ്. നെക്സ്റ്റ് 97ാമത്തെ ക്വസ്റ്റൻ ആണ്, പുരാണ പ്രകാരം കേരളത്തെ കടൽ മാറ്റി സൃഷ്ടിച്ചതാരാണ്? പരശുരാമനാണ് അല്ലേ. നമുക്കറിയാം പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായതെന്ന് പുരാണങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. പുരാണ പ്രകാരം കേരളത്തെ കടൽ മാറ്റി സൃഷ്ടിച്ചതാരാണ്? പരശുരാമൻ. നെക്സ്റ്റ് 98ാമത്തെ ക്വസ്റ്റൻ ആണ്, ആൽഗകൾ എവിടെ കാണപ്പെടുന്നു? ജലത്തിലാണ്. ആൽഗകൾ എവിടെ കാണപ്പെടുന്നു? ജലം. നെക്സ്റ്റ്, നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചതാരാണ്? ഗുൽസാരിലാൽ നന്ദയാണ്. ആരാണ്? നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദ. നെക്സ്റ്റ്, മാരുതി ഉദ്യോഗ് ഏത് ജപ്പാനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത്? സുസൂക്കിയാണ്. മാരുതി ഉദ്യോഗ് ഏത് ജപ്പാനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത്? സുസൂക്കിയാണ്. നെക്സ്റ്റ് ആണ്, ബേസ്ബോൾ ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത്? അമേരിക്ക. ബേസ്ബോൾ ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത്? അമേരിക്കയാണ്. ബേസ്ബോൾ ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത്? അമേരിക്ക. ഈ കഴിഞ്ഞൊരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ബേസ്ബോൾ. ഈ അടുത്ത് കഴിഞ്ഞൊരു പരീക്ഷയിൽ ചോദിച്ചു ബേസ്ബോൾ എത്ര ആൾക്കാരുണ്ട്? ബേസ്ബോൾ എത്ര ആൾക്കാരുണ്ട്? എത്ര ആൾക്കാരാണ് ബേസ്ബോൾ ഉൾപ്പെട്ടിട്ടുള്ളത്? 9 ആൾക്കാരാണ്. നമ്മൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ലിങ്ക് ഞാൻ പറയാം. സ്മോൾ ബി എങ്ങനെ എഴുതാം? സ്മോൾ ബി, ആ സ്മോൾ ബി എഴുതി നേരെ തലതിരിച്ച് വെച്ച് നോക്കിയേ, 9 അല്ലേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോവാതെത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇതാണ്. അപ്പം ബേസ്ബോൾ ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത്? അമേരിക്കയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബേസ്ബോൾ എത്ര ആൾക്കാരാണുള്ളത്? 9 ആൾക്കാരാണ്. നെക്സ്റ്റ്, ഏത് രാജ്യത്തെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലാൻഡ് യാർഡ് എന്നറിയപ്പെടുന്നത്? എന്താണ്? ഏത് രാജ്യത്തെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലാൻഡ് യാർഡ് എന്നറിയപ്പെടുന്നത്? ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട്. പല്ലില്ലാത്ത തിമിംഗലം ഏതാണ്? ബാലിയൻ തിമിംഗലം. ഏതാണ്? പല്ലില്ലാത്ത തിമിംഗലം ഏതാണ്? ബാലിയൻ തിമിംഗലം. നെക്സ്റ്റ്, പാരാതെർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി എന്നറിയപ്പെടുന്നത്. PS ചോദിച്ച ചോദ്യമാണ്. പാരാതെർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ടെറ്റനിയാണ്. പുഞ്ചകൃഷിയുടെ കാലം ഏതാണ്? മേടമാസം. പുഞ്ചകൃഷിയുടെ കാലം മേടമാസമാണ്. നെക്സ്റ്റ്, പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ ആണ്. പത്മനാഭസ്വാമി ക്ഷേത്രം ഏത് രാജകുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂർ രാജകുടുംബം. പത്മനാഭസ്വാമി ക്ഷേത്രം ഏത് രാജകുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂർ രാജകുടുംബം. ഫ്രാൻസിലും ജർമ്മനിയിലും ഇടയിലുള്ള അതിർത്തി രേഖയാണ് മാജിനോട്ട് ലൈൻ എന്നറിയപ്പെടുന്നത്. ഫ്രാൻസിനും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖയാണ് മാജിനോട്ട് ലൈൻ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിൻ്റെ പേരിലാണ്? GB പന്തിൻ്റെ പേരിലാണ്. എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിൻ്റെ പേരിലാണ്? GB പന്താണ്. എവിടെയാണ് ശങ്കരദേവൻ ഭക്തിപ്രസ്ഥാനം ആരംഭിച്ചത്? അസമിലാണ്. എവിടെയാണ് ശങ്കരദേവൻ ഭക്തിപ്രസ്ഥാനം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ പറയണം അസമിലാണ്. ആറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ആറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. നെക്സ്റ്റ്, രാഷ്ട്രഗുരു എന്ന് ആരെയാണ് വിളിക്കുന്നത്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. രാഷ്ട്രഗുരു എന്ന് വിളിക്കുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. നെക്സ്റ്റ്, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ച യുദ്ധമാണ് 1565 തളിക്കോട്ട യുദ്ധം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ച യുദ്ധം 1565 തളിക്കോട്ട യുദ്ധം അല്ലെങ്കിൽ രാഷ്ട്രസങ്ങാടി യുദ്ധം എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് ആണ് ഒരു കൺഫ്യൂസിങ് ഫാക്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു കോളത്തിൽ നമുക്ക് വായിക്കാം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. ഇത് എത്ര മൈലിന് തുല്യമാണ്? 15,005 ചതുരശ്ര മൈലിന് തുല്യമാണ്. കഴിഞ്ഞൊരു പരീക്ഷയിൽ PS ചോദിച്ചത് എങ്ങനെയാണ്? കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണെന്ന് PS ചോദിച്ചു. നമ്മളെല്ലാവരും ചതുരശ്ര കിലോമീറ്റർ കണക്കിൽ പഠിച്ചു പോയി. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് പോയി. എന്നാൽ PSC ഓപ്ഷൻ ചതുരശ്ര മൈലിൽ തന്നു. പല ഉദ്യോഗാർത്ഥികളും തെറ്റിച്ചു. അപ്പോൾ എത്രയാണ് ചതുരശ്ര മൈൽ? അത് രണ്ടും പഠിച്ചു വെക്കുക. 15,005 ചതുരശ്ര മൈലാണ് ഇത് കേരളത്തിലെ വിസ്തീർണം എന്ന് പറയുന്നത്. നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണ നദിയിലാണ്. നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ്. എന്നാൽ
കൃഷ്ണരാജസാഗർ അണക്കെട്ട് കാവേരിയിലാണ്. നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണ നദിയിലും കൃഷ്ണരാജസാഗർ അണക്കെട്ട് കാവേരി നദിയിലുമാണ്. ഓർത്തിരിക്കുക. കേരള കിസിഞ്ചർ എന്നറിയപ്പെടുന്നത് ബേബി ജോൺ ആണ്. കേരള കിസിഞ്ചർ എന്നറിയപ്പെടുന്നത് ബേബി ജോണും കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. PS പലതവണ ആവർത്തിച്ചു. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന ആരാണെന്ന് PS ചോദിച്ചു. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. ഏറ്റവും വടക്കേ അറ്റത്തെ തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയയും ഏറ്റവും വടക്കേ അറ്റത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം മെക്സിക്കോയുമാണ്. എന്താണ്? ഏറ്റവും വടക്കേ അറ്റത്തെ തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയയും ഏറ്റവും വടക്കേ അറ്റത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം മെക്സിക്കോയുമാണ്. നെക്സ്റ്റ്, സൗരപഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. സൗരപഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. മെസ്സപ്പൊട്ടോമിയക്കാരാണ് ചന്ദ്രപഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത്. ചാന്ദ്രപഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത്. ഇങ്ങോട്ട് വായിക്കാം, കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. അത് ചതുരശ്ര മൈലിലാണെങ്കിൽ 15,005 ചതുരശ്ര മൈലാണ്. നെക്സ്റ്റ്, നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണ നദിയിലും കൃഷ്ണരാജസാഗർ അണക്കെട്ട് കാവേരി നദിയിലുമാണ്. കേരള കിസിഞ്ചർ ബേബി ജോൺ ആണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഏറ്റവും വടക്കേ അറ്റത്തെ തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയയും ഏറ്റവും വടക്കേ അറ്റത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം മെക്സിക്കോയുമാണ്. സൗരപഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. മെസ്സപ്പൊട്ടോമിയൻ ചാന്ദ്രപഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത് ആരാണ്? മെസ്സപ്പൊട്ടോമിയക്കാരാണ് ചാന്ദ്രപഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത്. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം ഏതാണ്? അലഹബാദ് കുംഭമേളയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം അലഹബാദ് കുംഭമേളയാണ്. നെക്സ്റ്റ്, 115ാമത്തെ ക്വസ്റ്റ്യനാണ്. ശരീരവും മസ്തിഷ്കവും തമ്മിലുള്ള അനുപാതം പരിഗണിക്കുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവി ഏതാണ്? ഷ്രൂ ആണ്. ഷ്രൂ എന്നാണ്. ശരീരവും മസ്തിഷ്കവും തമ്മിലുള്ള അനുപാതം പരിഗണിക്കുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവി ഷ്രൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയ ജില്ല ദക്ഷിണ കാനറ. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയ ജില്ലയാണ് ദക്ഷിണ കാനറ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയതാരാണ്? ഭാനു അഥയ്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓസ്കാർ അവാർഡ് നേടിയത് ആരാണ്? ഭാനു അഥയ്യാണ്. നെക്സ്റ്റ്, ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യഗുളികകൾ അഥവാ ധാന്യപ്പന്തുകൾ വികസിപ്പിച്ചെടുത്ത രീതി ആവിഷ്കരിച്ചത് ഫുക്കുവോക്കയാണ്. ഫുക്കുവോക്ക. എന്താണ്? ധാന്യം. PS ചോദിച്ച ചോദ്യമാണ്. ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യഗുളികകൾ അഥവാ ധാന്യപ്പന്തുകൾ വികസിപ്പിച്ച രീതി ആവിഷ്കരിച്ചതാണ് ഫുക്കുവോക്കയാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാട് ചിത്രമാണ് ഈ സൈഡിൽ ചെറിയ കോളത്തിൽ നൽകിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി, മാജ്യാറുകൾ എവിടുത്തെ ജനതയാണ്? ഹംഗറിയാണ്. മാജ്യാറുകൾ എവിടുത്തെ ജനതയാണ്? ഹംഗറിയാണ്. നെക്സ്റ്റ് ആണ്. PS പലതവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടന ഏതാണ്? യോഗക്ഷേമ സഭയാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടനയാണ് യോഗക്ഷേമ സഭ. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ്റെ യഥാർത്ഥ പേരെന്താണ്? P ശങ്കരൻ നമ്പൂതിരിയാണ്. P ശങ്കരൻ നമ്പൂതിരി. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ്റെ യഥാർത്ഥ പേര് P ശങ്കരൻ നമ്പൂതിരി. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ എന്താണ്? എൻ്റെ ജീവിത സ്മരണകളാണ്. നെക്സ്റ്റ്, ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഭഗവാൻ കാറൽ മാർക്സ് പ്രസംഗം ഏത് നേതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PS ചോദിച്ചു. ഭഗവാൻ കാറൽ മാർക്സ് പ്രസംഗം ഏത് നേതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? C കേശവനാണ്. C കേശവൻ. ശ്രീനാരായണ ഗുരു ആരെയാണ് 1925 പിൻഗാമിയായി നിർദ്ദേശിച്ചത്? ബോധാനന്ദ. ശ്രീനാരായണ ഗുരു ആരെയാണ് 1925 പിൻഗാമിയായി നിർദ്ദേശിച്ചത്? ബോധാനന്ദ. ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? കുമാരകോടി. കുമാരനാശാൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കുമാരകോടി. മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗമാണ് ഹംസധ്വനി. എന്താണ്? മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗമാണ് ഹംസധ്വനി. അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം 1819. അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം 1819 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന വർഷം
1952. ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952. ബ്രഹ്മസഭ സ്ഥാപിച്ച വർഷം PSC പലതവണ ആവർത്തിച്ച ക്വസ്റ്റ്യനല്ലേ. ഇപ്പോൾ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന വർഷവും PSC ചോദിച്ചു. ബ്രഹ്മസഭ സ്ഥാപിച്ചത് 1828. ബ്രഹ്മസഭ 1828 ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ് അഡ ലൗലേസ് എന്നറിയപ്പെടുന്നത്. PSC ചോദിച്ചു അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ് അഡ ലൗലേസ്. ഇന്ത്യയിൽ കാണുന്ന മാൻ വർഗത്തിൽ ഏറ്റവും വലുതാണ് സാമ്പാർ എന്നറിയപ്പെടുന്നത്. സാമ്പാർ. ഇന്ത്യയിൽ കാണുന്ന മാൻ വർഗ്ഗങ്ങളിൽ ഏറ്റവും വലുതാണ് സാമ്പാർ. ഇനി മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാണ്? പ്രൊലാക്റ്റിൻ ആണ്. ഇലക്ട്രോൺ വോട്ടിംഗ് മെഷീനിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി സ്ഥാനാർത്ഥികളുടെ എണ്ണം എത്രയാണ്? 64 എന്നാണ്. ഇലക്ട്രോൺ വോട്ടിംഗ് മെഷീനിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി സ്ഥാനാർത്ഥികളുടെ എണ്ണം എത്രയാണ്? 64. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് എവിടെയാണ്? നാസിക്കിലാണ്. നാസിക്കാണ്. ഇനി ഘാനയിലെ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ്? ക്വാമി എൻക്രൂമയാണ്. ഘാനയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ്? ക്വാമി എൻക്രൂമയാണ്. 136 ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്തു. ഇനി 137. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യത്തെ വ്യക്തിയാണ് തകഴി. എന്താണ്? തകഴി ശിവശങ്കരപ്പിള്ള. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ, വള്ളത്തോൾ എന്നീ പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തിയാണ് തകഴി ശിവശങ്കരപ്പിള്ള. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണം എത്രയാണ്? 3840. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണം 3840. രണ്ടാം അശോകൻ എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? കനിഷ്കനെയാണ്. കനിഷ്കനാണ്. രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ്? പുരി ജഗന്നാഥ ക്ഷേത്രം. എന്നാണ് രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ്? പുരിയിലാണ്. നെക്സ്റ്റ് 141 ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനം ഏതാണ്? അബുദാബിയാണ്. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനം അബുദാബിയും. 142 ക്വസ്റ്റ്യൻ. ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് എന്താണ്? കെന്റ് ആണ്. ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കെന്റ്. ഉറൂബിന്റെ യഥാർത്ഥ പേരെന്താണ്? PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബിൻ്റെ യഥാർത്ഥ പേര് PC കുട്ടിക്കൃഷ്ണൻ. എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബില്ലിൽ ലോകസഭയിലേക്ക് പരിഗണനയ്ക്ക് അയക്കേണ്ടത്? 14 ദിവസം. എന്താണ്? എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബില്ല് ലോകസഭയുടെ പരിഗണനയ്ക്ക് അയക്കേണ്ടത്? 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജ്. ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജാണ്. കൊച്ചി ഭരണം ഡച്ചുകാർ കൈയടക്കിയത് ഏത് വർഷത്തിലാണ്? AD 1663. കൊച്ചി ഭരണം ഡച്ചുകാർ കൈയടക്കിയത് ഏത് വർഷത്തിലാണ്? AD 1663. ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷം 1959. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷം 1959. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് ആരാണ്? പാലാ നാരായണൻ നായർ. ഏറ്റവും വലിയ ആസ്റ്ററോയിഡാണ് സീരീസ് എന്നറിയപ്പെടുന്നത്. സീരീസ് എന്നാണ് ഏറ്റവും വലിയ ആസ്റ്ററോയിഡാണ് സീരീസ്. ഇനി ലിത്താർജി ഏതിൻ്റെ അയിരാണ്? കറുത്തീയമാണ്. ലിത്താർജി ഏതിൻ്റെ അയിരാണ്? കറുത്തീയം. ഇനിയോ 150 ക്വസ്റ്റ്യനുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തു. 60 മുതൽ 150 വരെയുള്ള ക്വസ്റ്റ്യനുകൾ ചർച്ച ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട PDFകളും ലേറ്റസ്റ്റ് റിസൾട്ടുകളും ഒക്കെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ലഭ്യമാണ്. ഓക്കെ, സീ യു.